Hello. Welcome to market discussion of the day. Today is October 24th, 2025. ഫ്രൈഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് CPI ഡേ ആണ്, മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് അല്ലേ. സോ ഇന്ന് ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. 2-3 കോൾസിലായിപ്പോയി. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നത്തെ ഡേറ്റാസ് വരുന്ന ടൈം ഒന്ന് നോക്കി പോവാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്കാണ് CPI യുടെ ന്യൂസ് വരുന്നത്. മാറി നിൽക്കുക. ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട്, ഇന്ത്യൻ ടൈമിംഗ് ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട്, ഒരു 1-2 മണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും മാറി നിൽക്കുക. ഒരു പ്രഡിക്ഷനും ഇല്ല. ഫോർകാസ്റ്റ് വന്നിട്ട് 0.2% ആണ്, പ്രീവിയസ് 0.2% ആണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് എന്താണ് ന്യൂസ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണണം. വൈൽഡായിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി വൈൽഡായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ CPI യുടെ ന്യൂസ് വരുമ്പോൾ എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കൊന്നും ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. സോ അതുകൊണ്ടിട്ട് മാറി നിൽക്കുന്നതിൽ അതിലും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അതിലും നല്ലൊരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ വൈകുന്നേരം 3 മണിക്ക് നമുക്ക് ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസും വരുന്നുണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ന്യൂസുകളാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. അതിൽ CPI ആണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ആ ഒരു സമയത്ത് മുന്നേ ആയിട്ട് ഓപ്പൺ പൊസിഷൻസ് ഉണ്ടെങ്കിൽ മാറി നിൽക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൽ. ബാക്കി ഒരു കൗണ്ടറിലും ഞാൻ മാറി നിൽക്കണം എന്ന് പറയുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് ഗോൾഡിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ചയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. സോ അടുത്ത ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇവിടുത്തെ ലൈറ്റ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോയി. ഓക്കെ, സോ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:00ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഈ ഒരു മെസ്സേജ് അയയ്ക്കുക. കാരണം കുറേ ആൾക്കാർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ അയക്കാതിരിക്കുക. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക. 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. വളരെ ബേസിക് ലെവലിലുള്ളൊരു ക്ലാസ്സാണ്. വളരെ ബേസിക് ലെവലിൽ ഫോറക്സ് ട്രേഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. പൊളിറ്റിക്കൽ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ജസ്റ്റ് പറഞ്ഞു പോകാനായിട്ടുണ്ട്. സോ ഇന്ന് നമുക്കറിയാം CPIയുടെ ഡേറ്റയാണ്. അതുകൊണ്ടിട്ട് തന്നെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ദിവസമാണ്. സോ വൈൽഡായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ ആഴ്ച ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ പ്രത്യേകിച്ച് 4376 നിന്ന് 4005 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ടിട്ട് 4000 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 24 അവേഴ്സിൽ ഒരു 2 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഒക്കെ നടക്കേണ്ട മൂവ്മെൻറ്റ് ഒരു ദിവസത്തിൽ നടന്നു. ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി, ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ട്സ് വാഷ് ഔട്ടായി പോയിട്ടുണ്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ. കാരണം പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യാതിരിക്കുക. എല്ലാവരും ചെറിയ ലോട്ട് സൈസ് മാത്രം ഗോൾഡിലെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ഉക്രൈൻ വാർ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും നമ്മളൊരു മീറ്റിംഗ് മാറ്റിവെക്കുകയുണ്ടായി. പ്രോപ്പറായിട്ടൊരു ധാരണയില്ലാതെ ഒരു മീറ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് US പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി അത് എന്താ പറയുക, അതിനെതിരെ ഒരുപാട് സാങ്ഷൻസും US റഷ്യയ്ക്ക് മേൽ ചുമത്തുന്നുണ്ട്. സോ ആ സാങ്ഷൻസ് എങ്ങനെ റഷ്യ എടുക്കും, അല്ലെങ്കിൽ ആ സാങ്ഷൻസ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അങ്ങനെ സാങ്ഷൻസ് വെച്ചാൽ റഷ്യ എന്തായിരിക്കും തിരിച്ച് ചെയ്യുന്നത്? ഈ ഒരു വിൻ്റർ ടൈമിൽ ബേസിക്കലി എന്താണ്, യൂറോപ്പ് പോലത്തുള്ള രാജ്യങ്ങളിൽ ഒരുപാട് എനർജി വേണ്ടുന്ന ഈ ഒരു സമയത്ത് റഷ്യ യൂറോപ്പിനെതിരെ എന്തെങ്കിലും സാങ്ഷൻസ് ചെയ്യുമോ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കി കാണേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് JPYയിലോട്ട് തന്നെ പോവാം. നമ്മുടെ JPY 152.944 നിൽക്കുന്നു. നമുക്ക് 150 കഴിഞ്ഞ
ബൈ എൻട്രി ഉണ്ടായിരുന്നത്. അവിടെ ബൈ എൻട്രി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി 152 മുകളിലായിട്ട് മാർക്കറ്റ് കയറുകയും അവിടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 152 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 152 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 151.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. സോ ബേസിക്കലി 152 മുകളിൽ വെറുതെ ബ്ലൈൻഡായിട്ട് കയറി ബൈ എടുക്കുക എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. 152 മുകളിൽ എന്താ പറയുക, ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് തിങ്കളാഴ്ചത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ന് രാത്രി അവസാനിക്കുന്നത് 152 മുകളിലാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്കും 152 മുകളിലാണ്. 152.1, 152.2 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 151.40 താഴെ സ്റ്റോപ്പ് ലോസ്, 154 വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി JPYയിൽ. JPY അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ മാറിയിട്ടുണ്ടായിരുന്നു, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു. അത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ജപ്പാനിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വളരെ JPY നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ കൂടുതലും എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ 1.16135 നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 1.16 അവിടെ നിന്ന് ബൈ ചെയ്യാം. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ല എൻട്രി, ഏറ്റവും ബെസ്റ്റ് എൻട്രി 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി തന്നെയാണ്. ഓക്കെ, സോ 1.1600 അവിടെ നിന്ന് ഒരു പാർഷ്യലായിട്ട് ബൈ ചെയ്യുക. 1.1500 അവിടെ നിന്ന് ബാക്കി പാർഷ്യലായിട്ടുള്ള ബൈ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് 1.1600 അവിടെയും 0.5 ലോട്ട് 1.1500 അവിടെയും കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് വേണം 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇന്നലെ നമ്മൾ 1.3300 അവിടെ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.3300 ഇന്നലെ രാത്രിയും കിട്ടി. നമുക്ക് ഇന്ന് രാവിലെ അതിലും താഴ്ന്ന് ഏകദേശം 1.3300 അവിടെ തന്നെ കിട്ടി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് നല്ലൊരു എൻട്രിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വേണമെങ്കിലും ബൈ എൻട്രി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, എനിക്ക് ന്യൂസ് ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ എന്നിരുന്നാലും എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളുടെ GBP USDയിൽ പറയാനായിട്ടുള്ളത് പ്രോപ്പർ എൻട്രിയാണ്. ഈവൻ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്യുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ് GBPയിൽ. ഓക്കെ, സോ ബേസിക്കലി ഈ 3 കാര്യത്തിനകത്ത് ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം 3-ൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ട്രേഡ് ചെയ്യുക. വെറുതെ ഗോൾഡിലോട്ട് ട്രേഡ് ചെയ്തിട്ട് ഗോൾഡിനകത്ത് എവിടെയാണ് സപ്പോർട്ട്, എവിടെയാണ് റെസിസ്റ്റൻസ്, എവിടെയാണ് ടേക്ക് പ്രോഫിറ്റ് ഒന്നും നമുക്കറിയില്ല. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ചിലപ്പം ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റ് അടിച്ചേക്കാം. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പല ആൾക്കാരും അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ട് വെറുതെ അവിടെ നിന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ ഞാൻ കാണുന്നുണ്ട്. സോ അതിലൂടെ എന്താണ് നമുക്ക് നേടാനുള്ളത്? നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത്രയും വൈൽഡായിട്ടുള്ള മൂവ്മെൻറ്റ് സമയത്ത് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കമ്മിങ് ടു ഗോൾഡ് 4061 നിൽക്കുന്നു. ഇനി ഒന്നും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് അവസാനിക്കുന്നത് 4000 മുകളിലാണ്. ഓക്കെ, ഇന്ന് അവസാനിക്കുന്നത് 4000 മുകളിലാണ്. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതും 4000 മുകളിലാണ് എങ്കിൽ നമുക്ക് തിങ്കളാഴ്ച 4000 മുകളിൽ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. ഓക്കെ, കാരണം 4000 പ്രോപ്പറായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോയാൽ 3980 എന്ന് പറയുന്ന പോയിന്റിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ അവിടെ നിന്ന് താഴോട്ട് വീണ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 4000 മുകളിലാണ് എങ്കിൽ ഇന്ന് അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 4000 അടുത്ത് 4005 4010 അടുത്തൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 3980 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഗോൾഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. വേറെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനായിട്ടില്ല. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എവിടെയാണ് മാർക്കറ്റ് അവസാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കണം. സോ മാർക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ വീക്കെൻഡിൽ തന്നെ സംസാരിക്കാം. ഇല്ല, എനിക്ക് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് പറയത്തുമില്ല. ബേസിക്കലി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്
മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഗോൾഡിൻ്റെ വൈൽഡസ്റ്റ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ ആഴ്ച കണ്ടത്. ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ക്യാൻഡിൽസൊക്കെ $10 മൂവ്മെൻ്റ് ഉള്ള ക്യാൻഡിലാണിത്. നോക്ക്, ഈ ചെറിയ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ 4070 നിന്നാണ് 4055, $15 മൂവ്മെൻ്റ് ഉള്ള ക്യാൻഡിലാണ് റണ്ണിങ്. ചെറിയ ക്യാൻഡിലാണിത്, കണ്ട, ചെറിയ ക്യാൻഡിലാണ്. കാരണം ബാക്കിയുള്ള ക്യാൻഡിൽസൊക്കെ അത്രയും വലുതായത് കൊണ്ടിട്ടാണ് ഈ $15 മൂവ്മെൻ്റ് ഉള്ള ക്യാൻഡിലൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, സോ ആ ഒരു അവസ്ഥയായി മാർക്കറ്റ്. ഉറപ്പായിട്ട് മാർക്കറ്റ് തിരിച്ച് പഴയതുപോലെ തന്നെ വരും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എപ്പോഴും ഉണ്ട്. നമുക്ക് നമ്മുടെ ലൈഫ് ടൈം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തവും ഈ മാർക്കറ്റ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടിട്ട് ഈ ഒരു മാർക്കറ്റിനെ പിടിക്കാതിരിക്കും. ഇത് പറക്കുന്ന പക്ഷി എന്ന് ഒന്നും പറയാൻ പോരാ, ഇതൊരു പരുന്തിനെക്കാട്ടിലും വേറെ എന്തോ സാധനമാണ്. അപ്പം എന്തിനാണ് ഇതിനെ പിടിക്കാൻ പോകുന്നത്? പിടിച്ച് നമ്മൾ താഴെ പോകത്തേ ഉള്ളൂ. അതുകൊണ്ടിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ബേസിക്കലി എന്താ പറയുക, നമുക്ക് വേറെ കുറേ ആൾക്കാർ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ട്. നല്ല ബ്രോക്കേഴ്സ് ഏതൊക്കെയാണെന്ന് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രോക്കറിനെ നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ റെഗുലേഷനാണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ സ്റ്റാർ ട്രേഡിൻ്റെ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസ്, ഇപ്പോൾ UK ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ ഉണ്ട്, UAE ബേസ് ചെയ്തിട്ടുള്ള SCAയുടെ റെഗുലേഷൻ ഉണ്ട്, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉണ്ട്. നിങ്ങളെല്ലാം ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, എല്ലാ രീതിയിലുള്ള റെഗുലേഷൻ്റെ കൂടെ $100,000 വരെ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ലോയ്ഡ്സ് ബാങ്ക് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് യൂറോപ്യൻ ക്ലയൻസിന് 100% ആണ് ഡെപ്പോസിറ്റ് ബോണസ് വരുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് എല്ലാം 20% ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ഫസ്റ്റ് $500 50% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അതിൻ്റെ 20% ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ആസ് എ ബിഗിനർ, ആസ് എ നമ്മളൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ബോണസ് കിട്ടുകയാണ് എങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു $1,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ $500 50% കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് $250 എക്സ്ട്രാ കിട്ടി. ആദ്യത്തെ $500 50% പ്ലസ് ബാക്കിയുള്ള $500 20% എന്ന് പറയുമ്പോൾ അവിടെ ഒരു $100 കിട്ടി. ഓക്കെ, സോ ബേസിക്കലി $1,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. അത് നമ്മൾ കമ്പനി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതിലൂടെ നമ്മളുടെ ഇക്വിറ്റി കൂട്ടുകയും നമുക്ക് നല്ലൊരു ട്രേഡറായി മാറാനും അവർ സഹായിക്കുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്യാം. ആപ്പ് ത്രൂ ചെയ്യുകയാണെങ്കിൽ ഒരു റെഫറൻസ് കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജോ കോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഗോൾഡിലോട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.